Hi friends, Alia's Little Joysലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ തയ്യാറാക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു വഴുതനങ്ങ ഫ്രൈ ആണ്. വഴുതനങ്ങ സാധാരണ കഴിക്കാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ രീതിയിൽ റെസിപ്പി തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ വഴുതനങ്ങ ഫ്രൈ അവർ ഇഷ്ടപ്പെട്ട് കഴിച്ചു പോകും. ഫിഷ് ഫ്രൈ പോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള 2 വഴുതനങ്ങയാണ്. അപ്പോൾ വലിയ വഴുതനയാണെങ്കിൽ ഒരു വഴുതനങ്ങ മതിയാവും. അപ്പോൾ ഇതുപോലെ വട്ടത്തിൽ ഇങ്ങനെ കനം കുറച്ച് അരിയണം. അധികം തിക്കായിട്ടും അധികം തിന്നായിട്ടും അരിയാൻ പാടില്ല. ഈ ഒരു കനത്തിൽ വേണം അരിയാനായിട്ട്, എങ്കിലേ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് കിട്ടുള്ളൂ. അധികം തിക്കായിട്ട് അരിയുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് മസാലയിൽ പിടിക്കത്തില്ല. ഒരു 1/4 ഇഞ്ച് കനത്തിൽ വേണം അരിഞ്ഞു വെക്കാനായിട്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നീട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികമാവരുത്, വഴുതനങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉപ്പ് പിടിക്കുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കോൺഫ്ലോർ ആണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുകയാണ്. കോൺഫ്ലോർ അല്ലെങ്കിൽ അരിപ്പൊടി ചേർക്കാം. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നമ്മുടെ വഴുതനങ്ങയ്ക്ക് ഒരു ക്രിസ്പിനെസ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഇത് മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാലക്കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങയൊക്കെ ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ് നേരത്തേക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടാവും. വഴുതനങ്ങ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴായിരിക്കും വഴുതനങ്ങ ഫ്രൈ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ 2 സൈഡും തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കണം. അതോടൊപ്പം നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില വെളിച്ചെണ്ണയിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. ഇനി നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് വേണം നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഏകദേശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഫോർക്കിട്ട് കുത്തി നോക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് ഫോർക്ക് വരികയാണെങ്കിൽ ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ശരിക്കും ഈ രീതിയിൽ വഴുതനങ്ങ ഫ്രൈ തയ്യാറാക്കുകയാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് വെന്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.